കൊടുക്കുകയാണ് അവർ ഇസ്ലാമിലേക്ക് വരാൻ. അപ്പോഴാ ഒരുത്തം വന്നിട്ട് ചോദിക്കണം, ഉസ്താദേ എനിക്കൊരു അറിവ് പറഞ്ഞു തരുമോ? ഉസ്താദ് എന്ത് വിചാരിക്കും? എടാ ഇവിടെ ഇവരെ ദീനിലേക്ക് വരുത്താൻ ക്ഷണിക്കുമ്പോഴാ ഇത് പറയണേ. ഒരു വട്ടം പറഞ്ഞു, രണ്ടു വട്ടം പറഞ്ഞു, വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചപ്പോ ഉസ്താദിന് ഇഷ്ടപ്പെടുവോ? നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഉമ്മു മക്തൂമിന്റെ മനസ്സ് വേദനിച്ചടോ. എന്തേ നബിതങ്ങൾ മറുപടി പറയാഞ്ഞേ? ഞാൻ ചോദിച്ചിട്ട് നബിതങ്ങൾ എന്തേ മറുപടി പറയാഞ്ഞേ? ഉമ്മു മക്തൂമിന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി അങ്ങോട്ട് വന്നു. എന്നിട്ട് ഖുർആനിൽ 10 ആയത്ത് തുടർച്ചയായിട്ട് അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസക്ക. നബിയേ ശരിയായില്ല നബിയേ. അല്ലാഹ് പറഞ്ഞടോ നബി തങ്ങളോട്, അങ്ങ് മുഖം ചുളിച്ചില്ലേ, ശരിയായില്ല നബിയേ എന്ന് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു വഴക്കു പറഞ്ഞു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നബി തങ്ങൾ അല്ലാഹ് വഴക്കു പറഞ്ഞടോ. ആ കണ്ണ് കാണാത്ത സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അള്ളാന്റെ റസൂലിന് അള്ളാഹു പോലും വഴക്കു പറഞ്ഞു. ഖുർആനിൽ ആയത്തിറങ്ങി. നബി തങ്ങൾ ഓടി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദ് നബവിയിലേക്ക് ഓടി ചെന്നിട്ട് ചോദിച്ചു, എവിടെ ഉമ്മു മക്തൂം? എവിടെ ഉമ്മു മക്തൂം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് തൻ്റെ ചുമലിൽ കിടന്ന ഷാളെടുത്ത് തറയിൽ വിരിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞിരിക്കാൻ. തൻ്റെ ചുമലിൽ കിടന്ന ഷാളെടുത്ത് താഴെ വിരിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞിരിക്കാൻ. അള്ളാഹുവിനെ കൊണ്ട് എന്നെ വഴക്ക് പറയിപ്പിച്ച് കളഞ്ഞല്ലോ. മർഹബ മർഹബ. അള്ളാഹിനെ കൊണ്ട് വഴക്ക് എപ്പോഴും പറയും. ഉമ്മു മക്തൂമിനെ കാണുമ്പോൾ എപ്പോഴും നബി തങ്ങൾ പറയും, എന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ, നിനക്കെന്തേലും വേണോ, നിനക്കെന്തെങ്കിലും വേണോ എന്ന് പുറകിൽ നടന്ന് ചോദിക്കുമായിരുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എടോ കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ചെവി കേൾക്കാത്തവർ, കാലിന് സ്വാധീനമില്ലാത്തവർ, അവർക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനമാ ദീൻ പഠിപ്പിക്കുന്നേ. അവർക്ക് വലിയ സ്ഥാനം കൊടുക്കണം, അവർക്ക് വലിയ പരിഗണന കൊടുക്കണം. പക്ഷെ നമ്മൾ പരിഗണിക്കാറില്ലല്ലോ. നമ്മൾ പരിഗണിക്കാറുണ്ടോ? എടോ കാലില്ലാത്തവൻ, കൈയില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ, അവന് എന്ത് സ്ഥാനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ദീൻ. നിങ്ങൾ നോക്ക്, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കണ്ടാൽ അവന്റെ കൈ പിടിച്ച് നടത്തിക്കണം. എന്താ പ്രതിഫലം? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനെ നീ കണ്ടാൽ അവന്റെ കൈ പിടിച്ച് നടത്തിക്കണം. എത്ര ചുവട്ടടി നടക്കുന്നുണ്ടോ അത്രയും നീ സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, കണ്ണിന് കാഴ്ചയില്ലാത്തവനെ പിടിച്ച് നടത്തിച്ച ആ നടക്കുന്ന അത്രയും